ഹായ് എവരിവൺ. നിങ്ങൾ എത്ര പേർ നമ്മുടെ ചാനലിന്റെ ഹോം പേജ് എടുത്തിട്ട് അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എടുക്കുന്ന നേരത്ത് ഇങ്ങനെയൊരു ലേ ഔട്ടാണല്ലോ കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി, ചാനൽസ്, എബൌട്ട് ഇത്തരം സെക്ഷനുകളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഹോം കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വരികയാണെങ്കിൽ അതിനകത്തുള്ളൊരു പ്ലേലിസ്റ്റ് ആണ് ലെറ്റ്സ് പെർഫെക്റ്റ് അവർ ഇംഗ്ലീഷ്. അതിനകത്ത് ആകെ 6 വീഡിയോകളാണ് ഇതുവരെ ഉള്ളത്. ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അച്യുതാനന്ദൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം എത്രാമത്തെ എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രോപ്പറായിട്ട് പറയുന്നതെന്ന് വ്യക്തമായിട്ട് ഇംഗ്ലീഷുകാർ ലോക്കലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോക്കൽസ് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ എങ്ങനെയാ പറയാം എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, യു സീ ദി ഐറണി ഡോണ്ട് യു. 7th ഡേ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് പറയുന്ന യു സീ ദി ഐറണി എന്ന് പറഞ്ഞതിനകത്ത് ഐറണി എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ വീഡിയോയിൽ വൈ ഇംഗ്ലീഷ് ഈസ് എ ഫണ്ണി ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് ഫണ്ണി വിത്ത് എക്സാമ്പിൾസ് എങ്ങനെയൊക്കെയാണ്. അപ്പം ഓരോ വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കഴിഞ്ഞാൽ മുഴുവനായിട്ട് അർത്ഥം മാറിപ്പോകുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു തരുന്നു. നാലാമത്തതിൽ തെറി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, തെറി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നല്ല, തെറി എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അഞ്ചാമത്തത് ഭാഷയിലെ തീരെ ചെറിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന് കുത്ത്, ഒന്ന് വര. പിന്നെയുണ്ട് പൂർണ്ണവിരാമം, അപൂർണവിരാമം, ഉദ്ധരണി, പ്രശ്ലേഷം, വലയം, വികല്പം, പാടിനി, വിശ്ലേഷം, കോഷ്ടം, കാക്കു, അർദ്ധവിരാമം, അല്പവിരാമം. ഓക്കെ, ആറാമത്തത് ഇനി മുതൽ ശരിയായി പറയാം, എത്രയും നാൾ തെറ്റായാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞ് 3-4 വാക്കുകളുടെ ശരിയായ ഉച്ചാരണം എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്യുന്ന 7ാമത്തെ വീഡിയോ ആണ്. ഇതെല്ലാം ഒരൊറ്റ പ്ലേലിസ്റ്റ് ആണ്, ലെറ്റ്സ് പെർഫെക്റ്റ് അവർ ഇംഗ്ലീഷ്. നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതെല്ലാം ലെറ്റ്സ് പെർഫെക്റ്റ് അവർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ആയിരുന്നു എന്ന് ചിലപ്പം നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ പുതിയത് അറിവായിരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷിനെ പറ്റിയാണ്. ഇംഗ്ലീഷിൽ ഞങ്ങൾ കുറെ ആലോചിച്ചു എന്ത് പറയണം എന്ത് പറയണ്ട. കാരണം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ള ഭാഷകൾ പോലെയല്ല. കന്നഡ, തെലുഗു, ബംഗാളി, മലയാളമൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ വളരെ ബേസിക് ആയിട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ബേസിക് അല്ല വെച്ച് നമ്മൾ തുടങ്ങിയത്. നിങ്ങൾ ശരിക്കും കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ എന്നാണെങ്കിൽ എവിടെ തുടങ്ങണം എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പൊ അതിനെ പറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത്. പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു സജഷൻ വേണം. അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ ചോദിക്കാം എന്താണ്. ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചു തുടങ്ങുന്ന നേരത്ത് നമുക്ക് ആ ഭാഷയിലെ ഏറ്റവും കടുകട്ടിയായ അല്ലെങ്കിൽ ആ ഭാഷയിലെ ഗ്രാമർ, വ്യാകരണം, വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം ഇതെല്ലാം പഠിച്ചു തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. തുടങ്ങേണ്ടത് വാക്കുകളിൽ നിന്നാണ്, സിമ്പിൾ വേർഡ്സിൽ നിന്നാണ്. അപ്പോൾ വേർഡ്സ് എവിടെ നിന്ന് കിട്ടും? ഒന്നുകിൽ നമ്മൾ ആ ഭാഷ മാതൃഭാഷയായി സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കണം. നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കണം. ഇപ്പം ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് മാതൃഭാഷയായി സംസാരിക്കുന്ന ആളുകളുടെ ഒപ്പമാണ് നമ്മുടെ ജീവിതമെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് ഒരു സ്റ്റാൻഡേർഡായി സംസാരിക്കാൻ പറ്റുന്ന ആളുകളുടെ ഒപ്പമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഇംഗ്ലീഷ് ബട്ടർ ഇംഗ്ലീഷ് ആയി സംസാരിക്കുന്ന ആളുകളൊപ്പമാണെങ്കിൽ അത് അജ്ഞതയെക്കാളും അറിവില്ലായ്മയെക്കാളും അപകടകരമാണ്. അപ്പൊ നമുക്ക് ഈ വാക്കുകൾ പഠിക്കാനുള്ള വേറൊരു ഓപ്ഷൻ എന്താണ്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. അതിനെ പറയും ഡിക്ഷണറി, മലയാളത്തിൽ നിഘണ്ടു. ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ കുറെ പേർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുടെ കയ്യിൽ ഒരു നിഘണ്ടു ഉണ്ട്, ഒരു ഡിക്ഷണറി ഉണ്ട് എന്നതൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എന്റെ കയ്യിൽ എത്ര ഡിക്ഷണറി ഉണ്ടെന്ന് ചെറിയൊരു കണക്കെടുപ്പ് നടത്തി. അപ്പം അതാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം എന്റെ ഡിക്ഷണറികളാണ്. പല സമയത്തായിട്ട് വാങ്ങിച്ചതാണ്, ചിലതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇതിനകത്ത് ഇംഗ്ലീഷ് മലയാളമുണ്ട്, ഇംഗ്ലീഷ് കന്നഡയുണ്ട്, ഇംഗ്ലീഷ് ഹിന്ദിയുണ്ട്, ഹിന്ദി ഇംഗ്ലീഷ് കന്നഡയുണ്ട്, ഹിന്ദി മലയാളം കന്നഡയുണ്ട്, മലയാളം കന്നഡ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം കന്നഡ ഹിന്ദി ഉണ്ട്, കന്നഡ ഇംഗ്ലീഷ് ഹിന്ദി, കന്നഡ ഇംഗ്ലീഷ് കന്നഡ. ഓക്കെ, പല ടൈപ്പിലുള്ള പല സൈസിലുള്ള പെടയ്ക്കാണ് 4, 5, 6, 7, 8, 10 എണ്ണം. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം അതിനുവേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങണം. അങ്ങനെ തുനിഞ്ഞിറങ്ങാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇച്ചിരി പൈസ ആയാലും ഒരു ഡിക്ഷണറി വാങ്ങുക എന്നാണ്. ഓക്കെ, അപ്പം അതൊന്നാമത്തെ ഒരു കാര്യമാണ്. പക്ഷെ രണ്ടാമതൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുറെയൊക്കെ ഫ്രണ്ട്സ്, എന്റെ കുറെയൊക്കെ സുഹൃത്തുക്കൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമായിട്ട് ഒരു വലിയ ഡിക്ഷണറി വാങ്ങി. ഇതിനകത്ത് ഏറ്റവും വലിയ ഡിക്ഷണറി എന്ന് പറയുന്നത് ഇതാണ്. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ്. രാമലിംഗം പിള്ളൈ, ടി രാമലിംഗം പിള്ളൈ. ഓക്കെ, വളരെ പഴയ ജാമ്പവന്റെ കാലത്തൊരു ഡിക്ഷണറിയാണ്. ഇതിനകത്തെ ഇംഗ്ലീഷൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇംഗ്ലീഷ് മലയാളമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള വാക്ക് അതിന്റെ ഇംഗ്ലീഷിലുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു മലയാളം എന്ന് പറയുന്നത് കുറച്ച് പഴയൊരു മലയാളമാണ്. അപ്പം
പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുറെയൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ഡിക്ഷണറി ഒക്കെ വാങ്ങും, അതിനുശേഷം പഠിക്കും. കുറച്ചു പേരൊക്കെ അതിൽ പകുതി പേരെങ്കിലും പഠിക്കുന്നവരുണ്ട്. പഠിക്കും, ഇങ്ങനെ അങ്ങ് തുറക്കും, ബൈബിൾ തുറക്കുന്ന പോലെ അല്ലെങ്കിൽ രാമായണം തുറക്കുന്ന പോലെ തുറക്കും. അതിനുശേഷം ഒരു വാക്കെടുക്കും, എഴുതും, പഠിക്കും, അതങ്ങ് ഉപയോഗിക്കും. ഇപ്പോ ഞാൻ ഇങ്ങനെ എടുത്ത നേരത്തെ എനിക്ക് കിട്ടിയ ഒരു വാക്ക് ഞാൻ പറയാം. പണ്ട്, PUNT, എ ഫ്ലാറ്റ് ബോട്ടം ഫെറി ബോട്ട്. അതാണ് അതിന്റെ ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പരന്ന തോണി, തോണിയിൽ കൊണ്ടുപോവുക, പണ്ട്. ഞാൻ സത്യം പറയാലോ, ഈ വാക്ക് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വേറൊരു വാക്കുകൊണ്ട് എടുക്കാം, പെർബ്ലൈൻഡ്. പെർബ്ലൈൻഡ്, PURBLIND. ഇതിന്റെ അർത്ഥം ഡിം സൈറ്റഡ് അല്ലെങ്കിൽ നിയർലി ബ്ലൈൻഡ്, മങ്ങിയ കാഴ്ചയുള്ള, ഭാഗികാന്തനായ. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് പഴയ മലയാളമാണ്. ഭാഗികാന്തനായ, നല്ല കാഴ്ചയില്ലാത്ത, മാലക്കണ്ണുള്ള. അങ്ങനെ ഒരു വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഫിഗറേറ്റീവ് ആണ്. ഓക്കെ. അല്പബുദ്ധിയായ. ഓക്കെ. അപ്പം ഈ രണ്ട് വാക്കുകൾ എടുക്കാം, പണ്ട് അല്ലെങ്കിൽ പെർ ബ്ലൈൻഡ്. നമുക്കിത് എവിടെയാണ് വാക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? പെർ ബ്ലൈൻഡ്. ഞാൻ കുറച്ച് ദൂരെ നോക്കിയപ്പം ഞാൻ കുറച്ച് പെർ ബ്ലൈൻഡ് ആയി പോയി. പറയൂ, ഐ ബിക്കെയിം പെർ ബ്ലൈൻഡ്. ഇതൊരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പം ഐ ബിക്കെയിം എന്ന് വേണം പറയാം. ഇത് വെർബ് അല്ല. ഓക്കെ. അല്ലെങ്കിൽ there was a പെർ ബ്ലൈൻഡ് മാൻ. കേൾക്കുന്ന ആൾ വിചാരിക്കും പെർ ബ്ലൈൻഡ്, വാട്ട് ഈസ് പെർ ബ്ലൈൻഡ്? അപ്പം ഞാൻ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിക്ഷണറിയിൽ ഞാൻ ഇംഗ്ലീഷ് ഭാഷയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിലാണ് ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓരോ, കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഓരോ ഇത്ര മിനിറ്റിലും ഒരു വാക്ക് ഇംഗ്ലീഷ് ഭാഷയിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾ എന്റെ ഒഫീഷ്യൽ കണക്കെടുക്കുകയാണെങ്കിൽ ഗൂഗിൾ തന്നെ ചിലപ്പോൾ അവർ പറയും ഓരോ 3 മിനിറ്റിലും ഒരു വാക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, ഓരോ മണിക്കൂറിലും ഓരോ വാക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, ഓരോ 24 മണിക്കൂറിലും ഒരു വാക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ശരിക്കും സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. പക്ഷെ കുറെ വാക്കുകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, കുറെ വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ഓക്കെ. അതാണ് എന്റെ പ്രോപ്പറായ മലയാളം. ഓക്കെ. അപ്പം ഇത്രയും വാക്കുകൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ ഇല്ല. ഒരു ശരാശരി മനുഷ്യൻ അയാളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് മാക്സിമം പരമാവധി 3000 വാക്കുകളാണെന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും യുണീക്കായ, വ്യത്യസ്തങ്ങളായ 3000 വാക്കുകളാണ് ഒരാൾ സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന ഇത്രയും വാക്കുകളുടെ ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളൊരു ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിക്ഷണറി വാങ്ങുക. അതിനുശേഷം ആവശ്യമില്ലാത്ത വാക്കുകൾ ഒന്നും പഠിക്കാതിരിക്കുക. 3, ആവശ്യമുള്ള വാക്കുകൾ പഠിക്കുക. ശരിക്കും അതാണ് 2ാമത്തെ പോയിന്റ് വരേണ്ടത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 2, ആവശ്യമുള്ള വാക്കുകൾ പഠിക്കുക, ആവശ്യമുള്ളതും ഉപയോഗത്തിലുള്ളതുമായ വാക്കുകൾ പഠിക്കുക. 3, ആവശ്യമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുക. ഓക്കെ. അപ്പം എന്താണ് ആവശ്യമുള്ളത്, എന്താണ് ആവശ്യമില്ലാത്തത്? അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആവശ്യമില്ലാത്ത 2 വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകളായിരിക്കും എനിക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ തരാൻ പറ്റുക. ഈ ഡിക്ഷണറിയിലുള്ള ഈ ടി രാമലിംഗം പിള്ളൈ എന്ന് പറഞ്ഞ ആളുടെ ഈ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലുള്ള ഒരു 80% വാക്കുകളെങ്കിലും നമുക്ക് വേണ്ടാത്തതാണ്. ഇതിൽ എത്ര നമുക്ക് അറിയാം അല്ലെങ്കിൽ എത്ര നമ്മൾ പഠിക്കണം എന്നതിനെ പറ്റില്ല ഞാൻ പറയുന്നത്, എത്ര നമുക്ക് വേണ്ടാത്തതാണെന്നാണ്. ഓക്കെ. ഇനി വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റിഗറസ്. റിഗറസ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? RIGOROUS. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ RIGOROS എന്ന് പറഞ്ഞു വരും. ഓക്കെ. അപ്പം റിഗറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. കഠിനമായ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? റിഗറസ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായ അധ്വാനം, കഠിനമായ ജോലി. പക്ഷെ നമുക്ക് വേറൊരു വാക്കുണ്ട്, അതാണ് ഹാർഡ് വർക്ക്. അപ്പം ഈ റിഗറസ് എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിക്കും ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഈ കഠിന തടവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഠിന തടവ് നമ്മുടെ ഈ കുറ്റവാളികൾക്ക്, കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കഠിന തടവ്. അതിന്റെ പ്രോപ്പറായ ഇംഗ്ലീഷ് വാക്ക് റിഗറസ് ഇംപ്രിസൺമെന്റ് എന്നാണ്. റിഗറസ് ഇംപ്രിസൺമെന്റ്. പ്രിസൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം, ജയിൽ എന്നാണ്. ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറങ്കിലടയ്ക്കുക, കാരാഗൃഹത്തിലടയ്ക്കുക. തുറങ്കിലടയ്ക്കുക, കാരാഗൃഹത്തിലടയ്ക്കുക, രണ്ടും മലയാളത്തിലെ കോമൺ ആയ വാക്കുകളല്ല. ഓക്കെ. ജയിലിലടയ്ക്കുക, ജയിലിലടയ്ക്കപ്പെടുക, ജയിലിലടയ്ക്കപ്പെടുന്നതിനെയാണ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത്. റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ തടവ്, അതാണ് ഇംപ്രിസൺമെന്റ്. റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന തടവ്. തടവും കഠിന തടവും
രണ്ടും വേറെ വേറെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ഇംഗ്ലീഷിൽ മറ്റൊരാൾ പറയണമെങ്കിൽ ഇയാൾക്ക് എന്താണ് ശിക്ഷ കിട്ടിയെന്ന് പറയുന്ന നേരത്ത് ചുമ്മാ ഇംപ്രിസൺമെന്റ് ഓഫ് അപ് ടു 10 years 14 years എന്ന് പറഞ്ഞ കാര്യമല്ലോ. നമുക്കത് കഠിന തടവിനെ എടുത്തു പറയണം. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് റിഗറസ്. അപ്പം ഈ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് വേണ്ടതാണോ വേണ്ടാത്താണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് നിങ്ങൾ റെഗുലർ ആയിട്ട് ഇംഗ്ലീഷ് കേൾക്കണം. എങ്ങനെ കേൾക്കും? ഇംഗ്ലീഷ് ന്യൂസ് കേട്ടാൽ മതി. ഇപ്പൊ അതിന് ഈ BBC ന്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റർനാഷണൽ ഔട്ട്ലെറ്റിൽ നിന്നുള്ള ന്യൂസുകൾ നിങ്ങൾ കേൾക്കണമെന്നില്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന NDTVയോ അല്ലെങ്കിൽ ടൈംസ് നവോ അതുപോലുള്ള കുറച്ച് ചാനലൊക്കെ ഞാൻ ഇതിന്റെ ഒന്നും പ്രൊമോഷൻ നടത്തുകയല്ല. അങ്ങനെയുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകളിലെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇനി മനസ്സിലാകാത്ത പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോയി ഡിക്ഷണറിയിൽ, ഐ റിപ്പീറ്റ്, ഡിക്ഷണറിയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പരമാവധി മാക്സിമം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇങ്ങനെയുള്ള സെർച്ച് എഞ്ചിനുകൾ ഉപയോഗപ്പെടുത്താതിരിക്കുക. ഓക്കെ, അപ്പൊ അത്രയും പറയുന്നുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സജഷൻ. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന പോലെ കന്നഡ, തെലുഗു, മലയാളം, ബംഗാളി ഇങ്ങനെ 4 റീജിയണൽ ലാംഗ്വേജസ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ. ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് ഓഫ് കോഴ്സ്. അപ്പം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്ലേലിസ്റ്റിലുള്ള അങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ശരിയായ ആഗ്രഹമുണ്ടോ? അതായത് എന്റെ മെത്തേഡ് വെച്ചിട്ട്, എന്റെ മെത്തേഡ് ഇഷ്ടപ്പെടുന്ന കുറെ പേരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ കുറേയൊക്കെ ഫാൻസ് അവിടെയുണ്ട്. ഓക്കെ, ഹായ് എവരിവൺ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കുക. കാരണം ചുമ്മാ ലേൺ ഇംഗ്ലീഷ് ത്രൂ മലയാളം എന്നോ അല്ലെങ്കിൽ ചുമ്മാ ലേൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നോ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ചാനലുകളും വീഡിയോകളും എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ ഇതിനുവേണ്ടി തുനിഞ്ഞിറങ്ങണോ, ഞാൻ ഇതിനുവേണ്ടി മെനക്കെടണോ, എന്റെ മെത്തേഡിൽ നിങ്ങൾക്കത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ അങ്ങനെ അറിയണ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കുക. ഞാൻ പറ്റുമ്പോഴൊക്കെ വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം അതുകൂടി എനിക്ക് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ബേസിക് ഇത്രയും ഓൾറെഡി നോളജ് ഉണ്ടോ? എവിടെ നിന്ന് തുടങ്ങണം? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം? സ്പോക്കൺ സെന്റൻസുകളാണോ, അതോ ഫുൾ ഗ്രാമർ ആണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ ആയ എഡ്യൂക്കേഷൻ അക്കാഡമിക് ലെവലുള്ള ഇംഗ്ലീഷ് ആണോ? എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുക. അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. വീണ്ടും കാണാം. ചിൽ ദെൻ, ബൈ ബൈ.